പോസ്റ്റൽ ബാലറ്റ് വോട്ടുകളാണ്. തൃക്കാക്കരയിൽ 172 വോട്ടുകൾക്ക് മുന്നിൽ 172 വോട്ടുകൾക്ക് ഉമാ തോമസ് മുന്നിൽ എന്ന വളരെ പ്രധാനപ്പെട്ട പ്രേംകുമാർ 105 വോട്ടിന് മുന്നിൽ. കോങ്ങാട് കെ എ തുളസി 142 വോട്ടിന് മുന്നിൽ. കൽപ്പറ്റയിൽ ടി സിദ്ദിഖിന്റെ ലീഡ് നില 117 ഉയർന്നിരിക്കുന്നു. ടി സിദ്ദിഖ് 117 വോട്ടുകൾക്ക് കൽപ്പറ്റയിൽ മുന്നിൽ എന്ന സുപ്രധാന വിവരം കൂടി ഈ ഘട്ടത്തിലുണ്ട്. ഇത് കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് ലീഡ് തിരിച്ചുപിടിക്കുന്നു. 2000 വോട്ടുകൾക്ക് മുഹമ്മദ് ഷിയാസ് ലീഡ് ചെയ്യുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ ലീഡ് തുടരുകയാണ്. 334 വോട്ടിന്റെ കാസർഗോഡ് എം എൽ അശ്വിനി ലീഡ് തുടരുന്നു. ഉദുമയിൽ സി എച്ച് കുഞ്ഞമ്പു ആണ് 175 LDF ലീഡ്. ഉദുമ പിടിക്കും എന്നതായിരുന്നു കോൺഗ്രസിന്റെ അവകാശവാദം ഇത്തവണ. കാഞ്ഞങ്ങാട് 167 വോട്ട് ഗോവിന്ദൻ പാലിക്കാട്ടിൽ. കൊച്ചിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 2000 വോട്ടുകൾക്ക് മുഹമ്മദ് ഷിയാസ് മുന്നിലാണ്. അതൊരു വലിയ ട്രെൻഡിന്റെ സൂചന കൂടിയാണ്. 2000 വോട്ടുകൾക്ക് മുഹമ്മദ് ഷിയാസ് മുന്നിൽ. ഒപ്പം ആലപ്പുഴയിൽ ലീഡ് PP ചിത്രരഞ്ജൻ തിരിച്ചുപിടിക്കുന്നു. 200 വോട്ടുകൾക്ക് ചിത്രരഞ്ജൻ മുന്നിലാണ് എന്ന സുപ്രധാന വിവരമുണ്ട്. രമേശ് ചെന്നിത്തല ലീഡ് ഉയർത്തുന്നു. 124 വോട്ടുകൾക്ക് രമേശ് ചെന്നിത്തല മുന്നിലാണ്. രമേശ് ചെന്നിത്തല ലീഡ് ഉയർത്തുന്നു. ആറന്മുളയിൽ ലീഡ് ഉയർത്തിയ അബിൻ വർക്കി 195 ഉയർത്തി. ചിറ്റൂരിൽ സുമേഷ് അച്യുതൻ 207 വോട്ടിന്റെ ലീഡ്. ഉദുമയിൽ CH കുഞ്ഞമ്മൂന്റെ ലീഡ് 207. പാലക്കാട് രമേശ് പിഷാരടി 107. പാലക്കാട് രമേശ് പിഷാരടിയുടെ ലീഡ് 207 അല്ലേ? 61 സീറ്റുകളിൽ LDF ആണ് കൂടുതൽ സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. 62 ഉയർന്നിരിക്കുന്നു. UDF-ന് 56. കാസർഗോഡ് ജില്ലയിൽ 2 സീറ്റുകളിൽ കാസർഗോഡും മഞ്ചേശ്വരവും BJP ആണ് ലീഡ്. തൃക്കരിപ്പൂരിൽ UDF-ന്റെ ലീഡ് 60 കടന്നിരിക്കുന്നു. 51 വോട്ടുകൾക്ക് തൊടുപുഴയിൽ അബു ജോൺ ജോസഫ് മുന്നിലാണ്. 51 വോട്ടുകൾക്ക് ജോസഫിന്റെ മകൻ പി ജോസഫിന്റെ മകൻ അബു ജോൺ ജോസഫ് മുന്നിൽ. കൃഷ്ണ പിന്നോക്കം പോയിരിക്കുകയാണ്. കൊല്ലത്ത് ലീഡ് LDF-ന് കിട്ടിയിരിക്കുന്നു. ജയമോഹൻ ലീഡ് തിരിച്ചു കൊയിലാണ്ടിയിൽ കെ പ്രവീൺകുമാർ 58 വോട്ടുകൾക്ക് മുന്നിൽ. സജി ചെറിയാന്റെ ലീഡ് ചെങ്ങന്നൂരിൽ കുറയുന്നു. കേവലം 56 വോട്ടുകളിലേക്ക് സജി ചെറിയാന്റെ ലീഡ് കുറയുന്നു. 200-ന് മുകളിൽ ആദ്യഘട്ടത്തിൽ പോയ ലീഡ് നിലയാണ്. അത് 56-ലേക്ക് വരുന്നു. എലത്തൂരിൽ ശശീന്ദ്രന്റെ ലീഡ് നില കുറയുന്നു. അത് 52-ലേക്ക് വരുന്നു എന്നുള്ള കണക്ക് കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. നേമത്ത് NDA മുന്നിൽ വന്നിരിക്കുന്നു. കാസർഗോഡ്, നേമം, മഞ്ചേശ്വരം എന്നീ സ്ഥലങ്ങളിൽ ഇപ്പോൾ NDA സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നു. പാലക്കാട് NDA പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് അവിടെ ഇപ്പോൾ രമേശ് പിഷാരടി 54 വോട്ടുകൾക്ക് മുന്നിലാണ്. നെക്ക് ടു നെക്ക് ഫൈറ്റ് കേരളത്തിൽ. മനോജ് മുത്തേടൻ 264 വോട്ടിന് ലീഡ് ചെയ്യുന്നു. ആദ്യം സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഘട്ടത്തിൽ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നിടത്ത് കായംകുളത്ത് യു പ്രതിഭ മുന്നിൽ M ലിജു പിന്നിൽ. കായംകുളത്ത് യു പ്രതിഭ മുന്നിൽ M ലിജു പിന്നിൽ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കണക്ക് കൂടിയുണ്ട്. കായംകുളത്ത് യു പ്രതിഭ ലീഡ് തിരിച്ചു പിടിക്കുന്നു. യു പ്രതിഭ മുന്നിൽ. അവിടെ വലിയ പോരാട്ടം നടന്ന ഒരു മണ്ഡലമാണ്. ലിജു ഇതിനൊക്കെ സാധ്യത കൽപ്പിച്ചിരുന്നു. അബു ജോൺ ജോസഫിന്റെ ലീഡ് 650 ആയി. തൊടുപുഴയിൽ അബു ജോൺ ജോസഫ് 202 വോട്ടിന്റെ ലീഡ്. മണ്ഡലം മാറിയ അബ്ദുറഹ്മാന്റെ നീക്കം പാളുന്നോ എന്ന സംശയമുണ്ട്. തിരൂരിൽ കുറുക്കോളി മൊയ്തീൻ 202 വോട്ടിന് മുന്നിൽ. തൃത്താലയിൽ VT ബൽറാം ലീഡ് ചെയ്യുന്നു 54 വോട്ടുകൾക്ക്. തൃത്താലയിൽ VT ബൽറാം 54 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ഒപ്പം കുഞ്ഞാലിക്കുട്ടിയുടെ ലീഡ് 228-ലേക്ക് കടക്കുന്നു. മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി 208. തൃത്താലയിൽ VT ബൽറാം ലീഡ് ഉയർത്തി 243. തൃത്താലയിൽ VT ബൽറാം 243. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് 200. തൃശൂരിൽ പത്മജയ്ക്ക് ലീഡ് നഷ്ടപ്പെട്ടു. രാജൻ പല്ലൻ മുന്നിൽ 246 വോട്ടുകൾക്ക്. തൃശൂരിൽ രാജൻ പല്ലൻ മുന്നിൽ. UDF സ്ഥാനാർത്ഥി തൃശൂരിൽ UDF ലീഡ് തിരിച്ചുപിടിക്കുന്നു. കോൺഗ്രസ് ലീഡ് തിരിച്ചുപിടിക്കുന്നു. രാജൻ പല്ലന്റെ ലീഡ് നില 246. ആദ്യഘട്ടത്തിൽ പത്മജ വേണുഗോപാൽ ലീഡ് ചെയ്തിരുന്ന ഒരു സ്ഥലം കൂടിയാണ്. ബാലുശ്ശേരിയിൽ VT സൂരജ് UDF സ്ഥാനാർത്ഥി 30 വോട്ടുകൾക്ക് മുന്നിലാണ്. ബാലുശ്ശേരിയിൽ 122 വോട്ടിന് ലീഡ്. കോന്നിയും പിടിക്കും. 5 ഇടവും പത്തനംതിട്ടയിൽ പിടിക്കുമെന്നതായിരുന്നു. തിരുവല്ലയിൽ മാത്യു ടി തോമസ് ലീഡ് തിരിച്ചുപിടിക്കുന്നു. 53 വോട്ടുകൾക്ക് ഇപ്പോൾ മാത്യു ടി തോമസ് മുന്നിലാണ്. കൊയിലാണ്ടിയിൽ TP അഷ്റഫ് അലി 187 വോട്ടുകൾക്ക് മുന്നിലാണ്. കൊയിലാണ്ടിയിൽ TP അഷ്റഫ് അലി 187 വോട്ടുകൾക്ക് മുന്നിൽ. നാട്ടികയിൽ ഗീതാ ഗോപി 84 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടി 589 വോട്ടിന് മുന്നിൽ. വേങ്ങരയിൽ KM ഷാജി, മങ്കടയിൽ മഞ്ഞളാംകുഴി അലി, ഏറനാട്ടിൽ PK ബഷീർ, കൊണ്ടോട്ടി TP അഷ്റഫ് അലി. മഞ്ചേരിയിൽ M റഹ്മത്തുള്ള 168 വോട്ടുകൾക്ക് മുന്നിൽ. മഞ്ചേരിയിൽ M റഹ്മത്തുള്ള 166 വോട്ടുകൾക്ക് മുന്നിൽ എന്ന കണക്ക് കൂടി പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള വിവരമനുസരിച്ച് 64 സീറ്റുകളിൽ LDF, 60 സീറ്റുകളിൽ UDF. നെക്ക് ടു നെക്ക് ഫൈറ്റ്
ഈ നമ്മുടെ അഭിപ്രായ സർവേകളുടെ എക്സിറ്റ് പോളുകളുടെയൊക്കെ ഫലപ്രവചനം അനുസരിച്ചുള്ള നെക്ക് ടു നെക്ക് ഫൈറ്റിലേക്ക് കേരളം വരികയാണ്. 64-62 മഞ്ചേശ്വരവും കാസർഗോഡുമാണ് ഈ കാണിക്കുന്നത്. തിരുവനന്തപുരത്തെ 2 മണ്ഡലങ്ങളിൽ എന്ത് നടക്കുന്നു എന്ന് അറിയണം. നിയമവും കഴക്കൂട്ടവും എങ്ങനെ ചിന്തിക്കുന്നു എന്നതിന്റെ സൂചനകൾ വ്യക്തമാകുന്നു. പേരാവൂരിൽ സണ്ണി ജോസഫ് 112 വോട്ടുകൾക്ക് മുന്നിൽ. പേരാവൂരിൽ സണ്ണി ജോസഫ് ലീഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.